ഹായ് ആൾ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. PSC ചോദിച്ച ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ഫാക്ട്സുമാണ് നമ്മൾ നോക്കുന്നത്. ക്വസ്റ്റ്യനിലേക്ക് പോകാം. കേരളത്തിൽ കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? കേരളത്തിൽ കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? പന്നിയൂർ. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം, തിരുവനന്തപുരത്ത് ശ്രീകാര്യം. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് ശ്രീകാര്യം. കേന്ദ്ര മണ്ണ് പരിശോധന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് പാറോട്ടുകോണം. കേന്ദ്ര മണ്ണ് പരിശോധന കേന്ദ്രം പാറോട്ടുകോണം, തിരുവനന്തപുരം. കശുവണ്ടി വികസന കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം. കശുവണ്ടി വികസന കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം. കരിമ്പ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ടയിലെ തിരുവല്ല. കരിമ്പ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല. കേന്ദ്ര തെങ്ങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കായംകുളം. കേന്ദ്ര തെങ്ങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കായംകുളം. കേന്ദ്ര കയർ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കലവൂർ. കേന്ദ്ര കയർ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കലവൂർ. മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ. മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ. അപ്പോൾ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തെ ശ്രീകാര്യം. കേന്ദ്ര മണ്ണ് പരിശോധന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തെ പാറോട്ടുകോണം. കശുവണ്ടി വികസന കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം. കരിമ്പ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ടയിലെ തിരുവല്ല. കേന്ദ്ര തെങ്ങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കായംകുളം. കേന്ദ്ര കയർ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കലവൂർ. മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ. കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് കോട്ടയം. കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് കോട്ടയം. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം. കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലെ മയിലാടുംപാറ. കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം ഇടുക്കിയിലെ മയിലാടുംപാറ. കേരള ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലെ പാമ്പാടുംപാറ. കേരള ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലെ പാമ്പാടുംപാറ. നാളികേര വികസന ബോർഡ് കൊച്ചിയിൽ. നാളികേര വികസന ബോർഡ് കൊച്ചിയിൽ. ബാംബു കോർപ്പറേഷൻ അങ്കമാലി. ബാംബു കോർപ്പറേഷൻ അങ്കമാലി. പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി. പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പീച്ചി. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പീച്ചി. അപ്പോൾ കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കോട്ടയം. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയം. കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം ഇടുക്കിയിലെ മയിലാടുംപാറ. കേരള ഏലം ഗവേഷണ കേന്ദ്രം ഇടുക്കിയിലെ പാമ്പാടുംപാറ. നാളികേര വികസന ബോർഡ് കൊച്ചി. ബാംബു കോർപ്പറേഷൻ അങ്കമാലി. പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പീച്ചി. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കര. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വെള്ളാനിക്കര. പട്ടാമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട്. പട്ടാമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട്. കശുവണ്ടി ഗവേഷണ കേന്ദ്രം മലപ്പുറത്തെ ആനക്കയം. കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറത്തെ ആനക്കയം. കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോഴിക്കോട്. കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. മേനോൻപാറ കരിമ്പ് ഗവേഷണ കേന്ദ്രം പാലക്കാട്. മേനോൻപാറ കരിമ്പ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട്. കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ചുണ്ടേൽ. കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ചുണ്ടേൽ. ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അമ്പലവയൽ. ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അമ്പലവയൽ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ്. അപ്പോൾ ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കര. പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രം പാലക്കാട്. കശുവണ്ടി ഗവേഷണ കേന്ദ്രം മലപ്പുറത്തെ ആനക്കയം. കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോഴിക്കോട്. മേനോൻപാറ കരിമ്പ് ഗവേഷണ കേന്ദ്രം പാലക്കാട്. കാപ്പി ഗവേഷണ കേന്ദ്രം ചുണ്ടേൽ. ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്.
നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വനപ്രദേശം. നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വനപ്രദേശം. ചിന്നാർ. മുത്തങ്ങ വന്യജീവി സങ്കേതത്തിലെ സംരക്ഷണ മൃഗം ആന. മുത്തങ്ങ വന്യജീവി സങ്കേതത്തിലെ സംരക്ഷണ മൃഗം ആന. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലെ സംരക്ഷിത മൃഗം കടുവ. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലെ സംരക്ഷിത മൃഗം കടുവ. സൈലന്റ് വാലി നാഷണൽ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം സിംഹവാലൻ കുരങ്ങൻ. സൈലന്റ് വാലി നാഷണൽ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം സിംഹവാലൻ കുരങ്ങൻ. കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം ചൂലന്നൂർ, പാലക്കാട്. കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം പാലക്കാട്, ചൂലന്നൂർ. കടവാവലുകൾക്ക് പ്രസിദ്ധമായ സംരക്ഷണ കേന്ദ്രം മംഗളവനം. കടവാവലുകൾക്ക് പ്രസിദ്ധമായ സംരക്ഷണ കേന്ദ്രം മംഗളവനം. അപ്പോൾ മുത്തങ്ങ വന്യജീവി സങ്കേതത്തിലെ സംരക്ഷണ മൃഗം ആന. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലെ സംരക്ഷിത മൃഗം കടുവ. സൈലന്റ് വാലി നാഷണൽ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം സിംഹവാലൻ കുരങ്ങ്. കേരളത്തിൽ മയിൽ സംരക്ഷണ കേന്ദ്രം പാലക്കാട്, ചൂലന്നൂർ. കടവാവലുകൾക്ക് പ്രസിദ്ധമായ സംരക്ഷണ കേന്ദ്രം മംഗളവനം. ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം വരയാട്. ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം വരയാട്. ചാമ്പൽ മലയണ്ണാൻ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ചിന്നാർ. ചാമ്പൽ മലയണ്ണാൻ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ചിന്നാർ. പെരിയാർ നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗം കടുവ. പെരിയാർ നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗം കടുവ. ബട്ടർഫ്ലൈ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്തിലെ തെന്മല. ബട്ടർഫ്ലൈ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തെന്മല, കൊല്ലം. അപ്പോൾ ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം വരയാട്. ചാമ്പൽ മലയണ്ണാൻ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ചിന്നാർ. പെരിയാർ നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗം കടുവ. ബട്ടർഫ്ലൈ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തെന്മല, കൊല്ലം. കേരളത്തിലെ ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നെയ്യാറിലെ മാരക്കുന്നം ദ്വീപ്. കേരളത്തിലെ ലയൺ സഫാരി പാർക്ക് മാരക്കുന്നം ദ്വീപ്, നെയ്യാർ. തിരുവനന്തപുരത്തെ ചീങ്കണ്ണി വളർത്തൽ കേന്ദ്രം നെയ്യാർ. തിരുവനന്തപുരത്തെ ചീങ്കണ്ണി വളർത്തൽ കേന്ദ്രം നെയ്യാർ. കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം എറണാകുളത്തെ തട്ടേക്കാട്. കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം എറണാകുളത്തെ തട്ടേക്കാട്. അപ്പോൾ കേരളത്തിലെ ലയൺ സഫാരി പാർക്ക് മാരക്കുന്നം ദ്വീപ്, നെയ്യാർ. തിരുവനന്തപുരത്തെ ചീങ്കണ്ണി വളർത്തൽ കേന്ദ്രം നെയ്യാർ. കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം എറണാകുളത്തെ തട്ടേക്കാട്. ഇത്തായ് ഇത്തായ് എന്ന രോഗത്തിന് കാരണമായ മൂലകം. ഇത്തായ് ഇത്തായ് എന്ന രോഗത്തിന് കാരണമായ മൂലകം കാഡ്മിയം. രോഗവും കാരണമാകുന്ന മൂലകങ്ങളും. മീനമാത രോഗം കാരണമാകുന്ന മൂലകം മെർക്കുറി. മീനമാത, മെർക്കുറി. കാരണമാകുന്ന മൂലകം മെർക്കുറി. ഹൈപ്പോകലേമിയ കാരണമാകുന്ന മൂലകം പൊട്ടാസ്യം. ഹൈപ്പോകലേമിയ കാരണമാകുന്ന മൂലകം പൊട്ടാസ്യം. വിൽസൺസ് ചെമ്പ്. വിൽസൺസ് കാരണമാകുന്ന മൂലകം ചെമ്പ്. പ്ലംബിസം കാരണമാകുന്ന മൂലകം ലെഡ്. പ്ലംബിസം, ലെഡ്. സിലിക്കോസിസ് കാരണമാകുന്ന മൂലകം സിലിക്കൺ. സിലിക്കോസിസ്, സിലിക്കൺ. ഫ്ലൂറോസിസ്. ഫ്ലൂറോസിസ് കാരണമാകുന്ന മൂലകം ഫ്ലൂറിൻ. ഫ്ലൂറോസിസ്, ഫ്ലൂറിൻ. അപ്പം മീനമാത കാരണമാകുന്ന മൂലകം മെർക്കുറി. ഹൈപ്പോകലേമിയ കാരണമാകുന്ന മൂലകം പൊട്ടാസ്യം. വിൽസൺസ് കാരണമാകുന്ന മൂലകം ചെമ്പ്. പ്ലംബിസം കാരണമാകുന്ന മൂലകം ലെഡ്. സിലിക്കോസിസ്, സിലിക്കൺ. ഫ്ലൂറോസിസ്, ഫ്ലൂറിൻ.